ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ഫഡ്ജി സ്റ്റൈലിലുള്ള ചോക്ലേറ്റ് ബ്രൗണി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതിൽ ബട്ടർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇത് നമുക്ക് മാറ്റി വയ്ക്കുക. ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കോമ്പൗണ്ട് ചോക്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഡാർക്ക് കോമ്പൗണ്ടാണ്. 250 ഗ്രാം അളവിലാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്കിത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഓവനിൽ വെച്ചിട്ട് മൈക്രോ മോഡിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിലും മെൽറ്റ് ചെയ്ത് എടുക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക. അതിൻ്റെ മുകളിൽ ആ ഒരു വെള്ളത്തിൽ തൊടാത്ത രീതിയിൽ മുകളിൽ വേറൊരു പാത്രം വെച്ച് കൊടുക്കുക. അതിൽ ഈ ഒരു ചോക്ലേറ്റ് ഇടുക. വെള്ളമൊന്നും ഉണ്ടാവരുത് കേട്ടോ. വെള്ളം ഉണ്ടായിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ളൊരു രീതിയിൽ നമുക്കത് മെൽറ്റ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ ഓവനിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ഞാനൊരു 100 ഗ്രാം ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് മെൽറ്റ് ചെയ്ത് എടുക്കണത് കേട്ടോ. അപ്പോൾ സോൾട്ടഡ് ബട്ടർ അല്ലെങ്കിൽ അൺസോൾട്ടഡ് ബട്ടർ ആണെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ സോൾട്ടഡ് ബട്ടർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ ഒരു റെസിപ്പിയിലേക്ക് നമുക്ക് ഉപ്പ് അല്ലാതെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് മധുരമുള്ള റെസിപ്പീസ് ആണെങ്കിലും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താലാണല്ലോ ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്ത് എടുക്കാൻ പറ്റുക. അപ്പോൾ അതേ നമ്മുടെ ഒരു മെൽറ്റഡ് ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 1 കപ്പ് അളവിൽ പഞ്ചസാര മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുന്നതൊക്കെ ഒരുപാട് റെസിപ്പീസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടു നോക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പൗഡേർഡ് ഷുഗർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള 3 മുട്ടയാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കണത് കേട്ടോ. ഇത് നമുക്ക് ഒരു ബീറ്റർ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടാണെങ്കിലും ചെയ്തെടുക്കാം. പക്ഷെ കുറച്ചധികം കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു എഗ്ഗിൻ്റെ ഒരു സ്മെല്ല് കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് ലോ സ്പീഡിൽ തുടങ്ങിയിട്ട് നമുക്ക് ഈ ഒരു എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ചോക്ലേറ്റ് ബ്രൗണി എന്നൊക്കെ പറയുമ്പോൾ എന്നെ പോലുള്ള ചോക്ലേറ്റ് ലവേഴ്സിൻ്റെ ഫേവറേറ്റ് സംഭവം എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇവിടെ പൊതുവേ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സംഭവം. ഇനി ഇതേ നമ്മുടെ പൊടിച്ച പഞ്ചസാര 1 കപ്പ് പഞ്ചസാര, അതായത് തരികളോട് കൂടിയുള്ള പഞ്ചസാര ആണെങ്കിൽ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ 1.25 കപ്പ് അളവിലുണ്ടാവും കേട്ടോ. ഇത് മുഴുവൻ നമുക്ക് ഈ ഒരു റെസിപ്പിയിലേക്ക് ആവശ്യമാണ്. അപ്പോൾ ഇവിടെ കിട്ടുന്ന പഞ്ചസാര എന്ന് പറയുന്നത് കുറച്ച് തരികളോട് കൂടിയിട്ടുള്ളതാണ്. അത് ആരനാണ് പൊടിച്ചെടുക്കണത്. ഇപ്പം അധികം തരികളില്ലാത്ത പഞ്ചസാര ആണെങ്കിൽ പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഈ പഞ്ചസാരയും കൂടെ ഈ ഒരു എഗ്ഗിൻ്റെ മിക്സിലേക്ക് ചേർത്തിട്ട് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് യോജിച്ച് വരണം എല്ലാം കൂടെ. ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു ചോക്ലേറ്റ് ബ്രൗണി ഉണ്ടാക്കുന്നത് കുട്ടികൾക്ക് സ്കൂളിലേക്ക്, അതായത് ക്ലാസ് പാർട്ടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പ്രത്യേകിച്ച് ചോക്ലേറ്റ് ബ്രൗണി എന്നൊക്കെ പറയുമ്പോൾ കുട്ടികളുടെ ഫേവറേറ്റ് സംഭവമാണല്ലോ. പിന്നെ നമുക്ക് കൊക്കോ പൗഡർ എടുക്കാം. ഇതിപ്പോൾ അൺസ്വീറ്റൻ കൊക്കോ പൗഡറാണ്. ഏതെങ്കിലും നല്ല ബ്രാൻഡ് കൊക്കോ പൗഡർ എടുക്കാം കേട്ടോ. നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്ന കോമ്പൗണ്ട് ചോക്ലേറ്റ്, കൊക്കോ പൗഡർ അതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിലാണ് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ചോക്ലേറ്റ് ബ്രൗണി ടേസ്റ്റി ആയിട്ട് മാറുള്ളൂ. ഞാനിവിടെ 1/4 കപ്പ് അളവിലാണ് കൊക്കോ പൗഡർ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് അളവിലാണ് മൈദ ചേർക്കുന്നത് കേട്ടോ. മൈദയുടെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ ആ ഒരു ചോക്ലേറ്റ് ബ്രൗണി ടേസ്റ്റി ആയിട്ട് വരില്ല കേട്ടോ ഒരിക്കലും. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ച് ഈ ഒരു എഗ്ഗിൻ്റെ ഒരു മിക്സിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ബ്രൗണി എന്ന് പറയുമ്പോൾ പല രീതിയിലുണ്ടല്ലോ. ഇതിപ്പോൾ നല്ല ഫഡ്ജി ആയിട്ടുള്ള ചൂവി ടൈപ്പ്, ഇങ്ങനെ ക്രാക്സോടൊക്കെ കൂടിയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബ്രൗണി തന്നെയാണ്. പിന്നെ ഇതിൽ നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇനി എല്ലാം കൂടെ ഇതുപോലെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ചോക്ലേറ്റ് ബ്രൗണിയുടെ റെസിപ്പിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. ശരിക്കും നമ്മളിപ്പോൾ പുറത്തുനിന്നൊക്കെ ചോക്ലേറ്റ് ബ്രൗണി വാങ്ങിക്കുമ്പോൾ എന്ന് പറയുന്നത് ഒരുപാട് വില കൊടുത്തിട്ടായിരിക്കും നമ്മൾ വാങ്ങിക്കുക. അതുപോലെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഒന്നും കൂടിയും പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരും ഈ ഒരു സംഭവം. ഇതിപ്പോൾ കണ്ടോ, ഞാൻ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്തെടുത്ത ആ ഒരു ചോക്ലേറ്റും, അതായത് കോമ്പൗണ്ട് ചോക്ലേറ്റും ബട്ടറും ഉണ്ടല്ലോ, ആ ഒരു മിക്സ് ഇപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കരുത്. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത് കട്ട പിടിക്കും. റൂം ടെമ്പറേച്ചറിൽ ഇരുന്നിട്ട് തന്നെ തണുത്ത് വരണുണ്ടോ. അതിനുശേഷം ഈ ഒരു ബാറ്ററിലേക്ക് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കുക. തണുത്തതിന് ശേഷം മാത്രം മിക്സ് ചെയ്യാം കേട്ടോ, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊരു
തിക്കായിട്ടുള്ള ഒരു മീഡിയം തിക്കായിട്ടുള്ളൊരു ബാറ്ററായിട്ട് തന്നെ ഇത് മാറും. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞ ഒരു ഗ്ലോസി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സിൽക്കി ആയിട്ടുള്ള ഒരു ബാറ്ററായിട്ട് തന്നെ മാറും. ഇത് ഒരു നല്ലൊരു ഡാർക്ക് കളറിലേക്ക് ഇത് വരും. എല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് നട്ട്സ് ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. സാധാരണ രീതിയിൽ ബ്രൗണീസിൽ ഇപ്പോൾ വാൾനറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കാഷ്നട്ടോ ബദാമോ അങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാമെന്നുള്ള. നട്ട്സ് ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ബ്രൗണി എന്തിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടം? ഐസ്ക്രീമിൻ്റെ കൂടെയാണോ? വാനില ഐസ്ക്രീമിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്, അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമിൻ്റെ കൂടെയൊക്കെ ആണെന്നുണ്ടെങ്കിലും അടിപൊളി തന്നെയാണ്. ഇതൊന്നും അല്ലെങ്കിൽ എന്താ പറയുക, വെറുതെ ആണെങ്കിലും ശരിക്കും അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഒരു ബദാമാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതല്ല. ഞാനൊരു ചെറിയ പിടി അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് അളവിൽ ആ ഒരു അളവിലൊക്കെയാണ് ബദാം എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിനുശേഷം കട്ട് ചെയ്തതിൽ നിന്ന് ഒരു പകുതിയോളം എടുത്തിട്ട് ഈ ഒരു ബാറ്ററിൽ ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബാക്കി പകുതി നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് രീതിയിലും എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചെയ്തെടുക്കാവുന്നതുള്ള. കണ്ടില്ലേ, ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു രീതിയിലായിരിക്കണം വേണ്ടത്. അപ്പോൾ അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചാൽ ലൈൻ ചെയ്ത് വെച്ചാൽ ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ, ഈ ഒരു ബാറ്റർ. അപ്പോൾ മൊത്തത്തിൽ എല്ലാ ബാറ്ററും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് ആ ഒരു കട്ട് ചെയ്ത് വെച്ച ആ ഒരു നട്ട്സൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ പറയുക, കേക്ക് ടിന്നിലും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പരന്നതുപോലുള്ള എന്തെങ്കിലും പാത്രമായിരിക്കും ബ്രൗണി ബേക്ക് ചെയ്യാൻ ഒന്നും കൂടി നന്നായിട്ട് വരിക. അതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ കേക്ക് ടിന്നിലാണെങ്കിലും ചെയ്തെടുക്കാവുന്നതുള്ളൂ കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ കേക്ക്സൊക്കെ സാധാരണ ഇപ്പോൾ ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ വെച്ച് ബേക്ക് ചെയ്തെടുക്കില്ലേ, ആ ഒരു രീതിയിലാണെങ്കിലും ബേക്ക് ചെയ്ത് എടുക്കാവുന്നതുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഇത് ഓവനിൽ വെച്ചിട്ട് തന്നെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇത് പ്രീ ഹീറ്റഡ് ഓവനിൽ 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 30 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ ഓരോ ഓവനനുസരിച്ച് ബേക്കിംഗ് ടൈമിലൊക്കെ ചെറിയ വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. പിന്നെ ഇത് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്ന ആ ഒരു രീതിയിലല്ല ബേക്ക് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ ഇതുപോലെ ഒരു ടൂത്ത് പിക്കോ സ്ക്രൂവറോ വെച്ച് കൊത്തി നോക്കുമ്പോൾ ആ ഒരു ടൂത്ത് പിക്ക് ക്ലിയർ ആയിട്ട് വരരുത് കേട്ടോ. ക്ലിയർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ബ്രൗണി പെർഫെക്റ്റ് ആയിട്ട് വരില്ല, ബ്രൗണി ഹാർഡായിട്ടാവും വരിക. ആ ഒരു ടൂത്ത് പിക്കിൽ കുറച്ച് എന്താ പറയുക, ഇപ്പോൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുമ്പോൾ അധികം കുക്കാവാത്ത വരുന്ന പോലെ ആ ഒരു രീതിയിൽ കുറച്ച് വരും. അപ്പോഴാണ് ഈ ഒരു ബ്രൗണി നല്ല ഫഡ്ജി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ മാറുള്ളൂ കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് ഒരു 2 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് അൺമോൾഡ് ചെയ്തെടുക്കുക. അതിനുശേഷം കട്ട് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ കേക്ക് കട്ട് ചെയ്ത് എടുക്കണ പോലെ അത്ര ഒരു എന്താ പറയുക ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ കണ്ടില്ലേ, കത്തിയിലൊക്കെ ഇതുപോലെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിലൊന്ന് കത്തി മുക്കിയതിന് ശേഷം എന്നിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ഓരോ പ്രാവശ്യം തുടച്ചതിന് ശേഷം വീണ്ടും അടുത്തത് ചെയ്യുക. ആ ഒരു രീതിയിൽ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫഡ്ജി ബ്രൗണി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബ്രൗണിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ബ്രൗണി എന്ന് പറയുമ്പോൾ പല ടെക്സ്ചറിലും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ കേക്കിൻ്റെ ടെക്സ്ചറിലുള്ള ബ്രൗണീസും ഒക്കെ ഉണ്ട്. ഞാനിതിനു മുമ്പ് 2 മിനിറ്റ് മഗ് ബ്രൗണിയുടെ റെസിപ്പിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ള ബ്രൗണിയാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ചോക്ലേറ്റ് ഫ്ലേവർ ഇഷ്ടമുള്ള ആർക്കാണെന്നുണ്ടെങ്കിലും എന്തായാലും ഇഷ്ടപ്പെടുന്നുണ്ടാ. സ്കൂളിലേക്ക് കൊടുത്തയച്ചിട്ട് ഫ്രണ്ട്സിനൊക്കെ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കാട്ടെ. ഇതിൻ്റെ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല അടിപൊളിയായിട്ടുള്ള ബ്രൗണി തന്നെയാണെന്ന്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.